അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വെറൈറ്റി പേരുള്ള എറണാകുളത്തെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. പോഞ്ഞിക്കര കുസീഞ്ഞ. ഇത് നമ്മുടെ MG റോഡിന് തന്നെ പാരലായിട്ട് പുറകേക്കൂടി ഒരു റോഡ് പോകുന്നുണ്ട്, മറ്റേ KSRTC സ്റ്റാൻഡിലേക്ക് പോകുന്ന ആ ഒരു റോഡ്. അതായത് നമ്മുടെ ഷേണൈസിൻ്റെ ഒക്കെ പുറകിലായിട്ട് ഒരു മാനുവൽ സൺസിൻ്റെ ഒക്കെ ബിൽഡിംഗ് ഉണ്ട്, ഒരു വിധേയത്തിൽ ഒപ്റ്റിക്കൽസൊക്കെ ഉള്ള ഒരു മാനുവൽ സൺസിൻ്റെ ബിൽഡിംഗ്. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേര് തൊട്ട് തന്നെ ഇത് വെറൈറ്റിയാണ്. അതായത് പോഞ്ഞിക്കര അടുക്കള എന്നാണ് ഇതിൻ്റെ പേര്. അടുക്കളയുടെ പോർച്ചുഗീസ് വാക്കാണ് ഈ കൊസീഞ്ഞ. അപ്പോൾ പേര് പോർച്ചുഗീസ് ആണെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത് നമ്മുടെ ഊണിന് തന്നെയാണ്. അപ്പോൾ ഊണിൻ്റെ കൂടെ കുറച്ച് സൈഡ് ഡിഷ് ഉണ്ടാവും, നമ്മുടെ നോർമലി കാണുന്ന കുറച്ച് സൈഡ് ഡിഷുകൾ. അത് കൂടാതെ ഇവിടെ സീ ഫുഡ് സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ ഊണിൻ്റെ കൂടെയുള്ള നമ്മുടെ കേരള തനതായ രീതിയിൽ ഉണ്ടാക്കുന്ന സീ ഫുഡ് സ്പെഷ്യാലിറ്റിയാണ് ഇവിടുത്തെ മെയിൻ. ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ ഇവിടെ അത്യാവശ്യം നല്ലോണം ടേബിൾസ് ഉണ്ട്. ആ ടേബിൾസ് നിറച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോപ്പുലാരിറ്റി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒന്ന് ഊഹിക്കാം. ഇനി ഇവിടുത്തെ ഒരു വിളമ്പണ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമ്മളൊരു താലത്തിലൊക്കെ കൊണ്ടുവന്ന് ഇവിടെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. അപ്പോൾ ഈ കാണുന്ന പോലെ നമുക്ക് താലത്തിൽ കൊണ്ടുവന്നിട്ട് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ നമ്മളും ഇവിടുത്തെ ഊണ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അത് കൂടാതെ നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്തേക്കുന്നത് ബ്ലാക്ക് ആവോലി വറുത്തതും പിന്നെ ഞണ്ട് റോസ്റ്റ്. അപ്പോൾ നമ്മുടെ പ്ലേറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു കുറച്ച് കപ്പയുണ്ട്. കപ്പയുടെ കൂടെ തന്നെ മുളക് ചമ്മന്തി ഉണ്ട്. പിന്നെ അത് കൂടാതെ ഒരു ചമ്മന്തി ഉണ്ട്, തേങ്ങാ ചമ്മന്തി ഉണ്ട്. പിന്നെ ലൂബിക്കാന്ന് തോന്നുന്നു, ലൂബിക്ക അച്ചാർ, അതുപോലെ തന്നെ ഒരു തോരനുണ്ടായിരുന്നു. പിന്നെ ഒരു അവിയലും പിന്നെ ഒരു കൂട്ടുകറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബൈ ഡിഫോൾട്ട് നമുക്ക് ഊണിൻ്റെ കൂടെ കിട്ടിയ കറികൾ. അത് കൂടാതെ കപ്പയുടെ കൂടെ നമുക്കൊരു മുളക് ചമ്മന്തി കിട്ടിയെന്ന് പറഞ്ഞാൽ, അത് കൂടാതെ നമുക്ക് വെളിച്ചെണ്ണയിൽ കാന്താരി മുളകും ചുവന്നുള്ളിയും കൂടെ ഞെരടി ഒരു കറി കൂടെ കിട്ടി. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഒഴിച്ചു കൂട്ടാനായിട്ട് നമുക്ക് ചെമ്മീനും മാങ്ങയും മീൻകറി എന്നിവയൊക്കെ ഉണ്ടാകുന്നു. അതിനകത്ത് ചെമ്മീനും മാങ്ങയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഐറ്റമാണ് നമുക്കായിട്ട് വറുത്ത് കൊണ്ടുവന്നേക്കുന്ന ബ്ലാക്ക് ആവോലി ഫ്രൈ. കണ്ടു കഴിഞ്ഞാൽ തന്നെ അടിപൊളിയാണ്, നല്ല സ്പൈസിയാണ്. ഈ കാണുന്നതാണ് ഞണ്ട് റോസ്റ്റ്. അപ്പോൾ ഒരുപാട് ഞണ്ടുകളെ അവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ആവോലി ഫ്രൈ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല വെന്ത പീസാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ പുറത്തേക്ക് നല്ല ഫ്രൈ ആയിട്ട് ഉള്ളിലേക്ക് നല്ല വേവ് കയറിയ നല്ല ജ്യൂസി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു വെടിച്ചിൽ ഡിഷാണ്. ഇനി നമുക്ക് ഞണ്ട് റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ ആ ഒരു ഗ്രേവി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വലിയ എരിവൊന്നും ഇല്ലാത്തൊരു ഗ്രേവിയാണത്. ഇനി നമുക്ക് ഞണ്ട് നിങ്ങൾക്കറിയാം, അതിൻ്റെ ഉള്ളിൽ നിന്ന് ദശ എടുക്കാനായിട്ട് കുറച്ച് പാടാണ്. ഈ ഞണ്ട് പ്രോപ്പർലി കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എന്നിരുന്നാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ദശയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ സംഭവം കൊള്ളാം. ആ ഗ്രേവിയും പിന്നെ ഇതിൻ്റെ ടേസ്റ്റും ഒക്കെ അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഒരു ഞണ്ടിൻ്റെ ഒരു നമ്മുടെ കൈപ്പത്തിയുടെ അത്രയും വലിപ്പമുള്ള ഒരു കാല് കിട്ടിയിട്ടുണ്ട്, അതാണ് ഈ കാണുന്നത്. അത് കൂടാതെ കുഞ്ഞു ഞണ്ടുകളാണെങ്കിലും ഒരു 5-6 കുഞ്ഞു ഞണ്ടുകളുണ്ട്. സംഭവം ടേസ്റ്റിയാണ്. സംഭവം ഡിഷ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കത് പ്രോപ്പർലി ഫുള്ള് ഇത് കഴിക്കാൻ പറ്റി. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു വെറൈറ്റി ഫോറിൻ പേരുള്ള ഒരു വെറൈറ്റി നാടൻ ഭക്ഷണശാലയാണ്. അപ്പോൾ ഈ വഴി പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക.